മൂവാറ്റുപുഴയിൽ പെൺസുഹൃത്തിനെ കാണാനെത്തിയ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ടത് ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്നെന്ന് പോലീസ്. ശ്വാസകോശത്തിനും തലയ്ക്കുമേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മൂവാറ്റുപുഴ വാളകത്ത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. പെൺസുഹൃത്തിനെ കാണാനെത്തിയതായിരുന്നു അശോക് ദാസ്. പെൺസുഹൃത്തിനൊപ്പം മറ്റൊരു പെൺകുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. ഇതിനിടെ പെൺകുട്ടികളും അശോക് ദാസും തമ്മിൽ തർക്കമുണ്ടായി. വാക്കേറ്റത്തിനിടെ വീട്ടിലെ ഷോക്കേസിന്റെ ഗ്ലാസ് അശോക് ദാസ് കൈകൊണ്ട് ഇടിച്ചു തകർത്തു. ശബ്ദം കേട്ടതോടെ നാട്ടുകാർ ചോദ്യം ചെയ്തെത്തി. വീട്ടിന് പുറത്തേക്കിറക്കി പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചു. അശോക് ദാസ് രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ തൂണിൽ കെട്ടിയിട്ടു. ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. മർദ്ദനത്തിൽ അശോക് ദാസിന്റെ ശ്വാസകോശത്തിനും തലയ്ക്കും ഗുരുതര പരിക്കേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. റിപ്പോർട്ട് പ്രകാരം ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ട്. അത് മർദ്ദനത്തിലുണ്ടായെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. വിജീഷ്, അനീഷ്, സത്യൻ, സൂരജ്, കേശവ്, ഏലിയാസ് കെ പോൾ, അമൽ, അതുൽ കൃഷ്ണ, യമിൽ, സനൽ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആൾക്കൂട്ടമർദ്ദനം ഉണ്ടായിട്ടില്ലെന്നാണ് കസ്റ്റഡിയിലുള്ള യുവാവിന്റെ മാതാവിന്റെ പ്രതികരണം. കെട്ടിയിട്ട് ആരും മർദ്ദിച്ചിട്ടില്ല മാഡം. ഇവിടെ കൊണ്ടുവന്ന് അവൻ ഓടിപ്പോകാതെ ഇനിയും ഓടിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തോർത്ത് മുണ്ടുകൊണ്ട് കൈ കെട്ടി ആ തൂണയിൽ കെട്ടിയിട്ടു. അവൻ അവിടെ ഇരുന്നു. അല്ലാതെ ആരും മർദ്ദിച്ചിട്ടില്ല. അശോക് ദാസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടമർദ്ദനം നടന്നതായി പെൺകുട്ടികളും മജിസ്ട്രേറ്റിന് മുൻപിൽ മൊഴി നൽകി. അരുണാചൽ പ്രദേശ് സ്വദേശിയാണ് കൊല്ലപ്പെട്ട അശോക് ദാസ്. ഒരു ചെറുപ്പക്കാരനെ കൂടി ആൾക്കൂട്ടം വിചാരണ നടത്തി അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. രക്തം വാർന്നു പോകുന്നത് കണ്ടിട്ടും ആശുപത്രിയിലെത്തിക്കാൻ പോലും തയ്യാറാകാതെ നോക്കി നിന്നു. ഈ സമീപനത്തിനാണ് മാറ്റമുണ്ടാകേണ്ടത്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അരുൺ നീണ്ടൂറിനൊപ്പം വിനീത VG 24.